റബീസ് ഡെയിലി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു നെത്തൽ മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നെത്തൽ മീൻ തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്തിട്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഫസ്റ്റ് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് എണ്ണയിലിട്ട് വഴറ്റിയാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു തക്കാളി ഇട്ട് എടുത്തിട്ടുള്ളത്. തക്കാളി ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി നമുക്ക് അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചെറിയ വെച്ചിരുന്നു. അത് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. ഇനി നമുക്ക് കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് അതൊന്ന് അടുത്ത് വരുന്നവരെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അങ്ങനെ ഇതാ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇതിലിട്ടിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ അരച്ചതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ അരച്ച കറി വെക്കുന്നത് കുടംപുളി ഇട്ടിട്ടാണ്. തേങ്ങ അരച്ച കറിക്കൊക്കെ കുടംപുളി ഇട്ട് വെക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. ചിലർ വാളംപുളിയായിരിക്കും ഉപയോഗിക്കുക. പക്ഷേ ഞങ്ങൾ മീൻ കറിക്കൊക്കെ തേങ്ങ അരച്ച കറിക്കൊക്കെ കുടംപുളി തന്നെയാണ് ഉപയോഗിക്കൽ. അതിന് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇതാ തേങ്ങ അരച്ച് ഒഴിച്ച് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് നെത്തൽ മീൻ ഇട്ട് കൊടുക്കണം. ഇത് തേങ്ങ തിളച്ച് വരുമ്പോഴേക്ക് തന്നെ നെത്തൽ മീനും പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ മീനായതുകൊണ്ട് തന്നെ തേങ്ങ തിളക്കുന്ന സമയം മതി നെത്തൽ മീൻ വേവാനും. അങ്ങനെ ഇതാ നെത്തൽ മീനിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കറി ഒന്ന് വറവ് ചെയ്ത് കൊടുക്കണം. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് വറവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് ആ തേങ്ങ അരച്ച കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഒരു ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിയുടെ ഒരു ടേസ്റ്റും കൂടി കറിക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളി ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കറിക്കൊരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വറവ് ചെയ്ത് കൊടുക്കുകയാണ്. കറി പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ നല്ല നെത്തൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അപ്പം തേങ്ങ അരച്ച് വെക്കാത്തൊരു മുളകിടുന്ന മാത്രം ചെയ്യുന്നവർ ഇതുപോലെ ഒന്ന് തേങ്ങ അരച്ചും കൂടി ഒന്ന് നെത്തൽ മീൻ കറി വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.